ദളിത് യുവതിക്കെതിരെ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് ചുമത്തിയ മാലമോഷണ കുറ്റം നുണക്കഥയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. നേരത്തെ സസ്പെൻഡ് ചെയ്ത 2 പോലീസുകാർക്ക് പുറമെ അന്നത്തെ പേരൂർക്കട SHO ശിവകുമാറിനെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശിനി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. സാരംഗ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, ഈ വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെതിരായിട്ടുള്ള വ്യാജ മാലമോഷണ കേസ് അത് നമ്മളേറെ ചർച്ച ചെയ്തതാണ്. കാരണം അത്ര അധികം ആ ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാനസികമായ പീഡനം നേരിട്ടു. അതിനുശേഷം 2 പോലീസുകാർക്കെതിരെ നടപടിയുണ്ടായി. പക്ഷേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ, അതായത് SHO ശിവകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട്, ഇയാൾക്കെതിരെ യാതൊരു നടപടിയും ഒന്നും ഉണ്ടായിരുന്നില്ലേ? എന്താണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്? ഇത്തരത്തിൽ ബിന്ദുവിനെതിരെ ഉണ്ടാക്കിയെടുത്ത ഒരു നുണക്കഥയുടെ ഭാഗമായാണ് ഈ ഒരു പരാതിയും അതിന്റെ ഭാഗമായി ഈ കസ്റ്റഡിയിലെടുത്തത് എന്നൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഈ ഒരു ശിവകുമാറിനെ അന്വേഷണ വിധേയമായിട്ടല്ലെങ്കിൽ പോലും ഈ ജില്ലയുടെ പുറത്തേക്ക് കോഴിക്കോടേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതൊരു സ്വാഭാവിക നടപടി മാത്രമായിരുന്നു. പക്ഷേ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അത് അത്തരത്തിലൊരു ചെറിയ നടപടിയിൽ ഒതുക്കിയാൽ പോരാ, കൂടുതൽ അന്വേഷണം ഇതിന്റെ ഭാഗത്തു നിന്ന് വേണം, വകുപ്പുതല അന്വേഷണം വേണം, കൃത്യമായ നടപടികൾ എടുക്കണമെന്ന് കാണിച്ചായിരുന്നു ബിന്ദു നിയമ പോരാട്ടം നടത്തിയത്. അതിൽ മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി വിഭാഗ കമ്മീഷൻ അടക്കം ഇടപെട്ടിരുന്നു. ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായിരുന്നു. കാരണം ബിന്ദുവിനെ ഒരു ദിവസം വൈകുന്നേരം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അന്നത്തെ രാത്രി മുഴുവൻ അവിടെ പിടിച്ചു നിർത്തുകയും അടുത്ത ദിവസം ഉച്ചയോടുകൂടിയാണ് ഈ മാല കണ്ടെടുത്തു എന്ന് പറഞ്ഞ് വിട്ടയക്കുന്നത്. അതും വിട്ടയക്കുന്നത് ഈ ഭാഗത്തിന് കണ്ടുപോകരുത്, ഈ ഭാഗത്തിന് താമസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു, പോലീസിന്റെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബിന്ദുവിനെ പറഞ്ഞു വിട്ടത്. മാത്രമല്ല ഇത്രയും സമയം വെള്ളമോ ഭക്ഷണമോ മറ്റ് പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ ബിന്ദുവിനെ അനുവദിച്ചിരുന്നില്ല. അത്തരത്തിൽ തീർത്തും മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു പോലീസിന്റെ ഭാഗത്ത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത്. അതിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ഒപ്പം ഇതിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൈമാറുകയും, അതായത് ജില്ലക്ക് പുറത്തുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനായ വിദ്യാധരൻ, DYSP വിദ്യാധരൻ ഈ കേസ് അന്വേഷിക്കുകയും ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതായത് ഈ ഒരു മാല, കാണാതെ പോയ മാല ഈ ഓമന ഡാനിയലിന്റെ വീടിന്റെ പുറകുവശത്തെ ചവറ്റുകൂനയിൽ നിന്ന് കണ്ടെടുത്തു എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ തികച്ചും വ്യത്യസ്തമാണ്. ഈ ഓമന ഡാനിയലിന് മറവി അസുഖമുണ്ട്. അപ്പോൾ ഈ ഒരു മാല വീടിനകത്തുള്ള സോഫയുടെ സമീപത്ത് വെച്ച് മറക്കുകയായിരുന്നു. അത് പിന്നീട് അവിടെ നിന്ന് തന്നെ കണ്ടെടുക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ പോലീസ് ഇത്തരത്തിലൊരു കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഈ ഒരു കസ്റ്റഡിയിലെടുത്തതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു കെട്ടിച്ചമച്ച കഥയാണ് ഈ മാല പുറകുവശത്തെ ചവറ്റുകൂനയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നത്. അതാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു യുവതിയെ കുറ്റവാളി ആക്കാനുള്ള ഒരു നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ പോലീസിന് പാളിച്ച പറ്റി. അത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലടക്കം കൃത്യമായി മനസ്സിലായി. ഇപ്പോൾ സസ്പെൻഷനിലായ 2 പോലീസുകാർക്ക് ഉപരി ഈ ഒരു ശിവകുമാറിന്, സ്റ്റേഷൻ ഹൌസ് ഓഫീസറായ ശിവകുമാറിനെതിരെ വകുപ്പുതല നടപടികൾ വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു കേസിൽ ബിന്ദു നിരപരാധി എന്ന ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുണ്ട് കേട്ടോ. തീർച്ചയായും. അതായത് ഈ ശിവകുമാർ, SHO ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്തത് CCTVയിൽ വ്യക്തമാണെന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ്, ആരാണ് ഈ ശിവകുമാറിനെ സംരക്ഷിക്കുന്നത്? കാരണം ഈ പലപ്പോഴും ഈ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന അതിക്രമങ്ങളുടെ ഉത്തരവാദി SHO തന്നെയായിരിക്കും. അവരെ സംരക്ഷിക്കുന്ന നിലപാട്, താഴേക്കിടയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു. ഇതാണ് പലപ്പോഴും പല കേസുകളിലും കണ്ടുവരുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശിവകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ സാരംഗ്? തീർച്ചയായും ടോം, ഇത്തരത്തിലൊരു വ്യക്തമായ ഒരു റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ 3 പോലീസുകാരടക്കം കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ബിന്ദുവിനെ കസ്റ്റഡിയിൽ വെച്ചതും ഇത്തരത്തിൽ മൊഴി, അതായത് ചോദ്യം ചെയ്തതടക്കം തെറ്റായ രീതിയിലാണെന്നുള്ള കണ്ടെത്തലുകൾ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല
ഇത്തരത്തിൽ പേരൂർക്കട സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള വ്യാപകമായ പരാതികൾ ഇതിനു മുൻപ് ഉയർന്നിട്ടുണ്ട്. ആ സമയത്ത് വിവിധ സംഘടനകൾ നടത്തിയ മാർച്ചിലടക്കം പരാമർശിച്ചിരുന്നു ഈ ഒരു പേരൂർക്കട സ്റ്റേഷനിൽ സാധാരണക്കാർക്കെതിരെയുള്ള പെരുമാറ്റം വളരെ മോശപ്പെട്ട രീതിയിലാണ്. പല രീതിയിലുള്ള ആരോപണങ്ങളും ഈ സ്റ്റേഷനെതിരെ വന്നിരുന്നു. ആ സമയത്തടക്കം അത് ആരോപണങ്ങൾ പൊങ്ങി വന്നിരുന്ന സമയമുണ്ടായിരുന്നു. അത്തരത്തിൽ തുടർച്ചയായുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലടക്കം ഈ ഒരു എസ്എച്ച്ഒനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ തുടർച്ചയായി വരുന്ന കസ്റ്റഡി മർദ്ദനവും പിന്നെ ഒപ്പം തന്നെ പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കം വരുന്ന പല സംഭവങ്ങളും തുടർച്ചയായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് പൊതുജന മധ്യത്തിൽ ഏറെ ചർച്ചയായിരിക്കുന്ന സമയം കൂടിയാണ്. ആ സമയത്ത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനെ ഏറെ ഗൌരവപരമായിട്ടായിരിക്കും സർക്കാർ കണക്കാക്കുക. മാത്രമല്ല ഈ ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ അടക്കം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ എസ്എച്ച്ഒയുടെ നേർക്ക് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. കാരണം ഇത് ഇത്തരത്തിൽ ന്യായീകരിക്കാനുള്ള യാതൊരു പഴുതും വെക്കാത്ത രീതിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട്. അതായത് നുണക്കഥ, കെട്ടിച്ചമച്ച കഥയാണ് ഈ ഒരു ബിന്ദുവിനെതിരെ ഉണ്ടാക്കിയെടുത്തത് എന്നത് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല അത് ബിന്ദു ഇതിനു മുൻപ്, അതായത് മാധ്യമങ്ങൾക്ക് മുൻപിലടക്കം പറഞ്ഞ മൊഴികൾക്ക് ഒത്തുനിൽക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലുകളാണ്. കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. എസ് ആരംഗാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്